പണ്ട് കാക്കയാണെങ്കിലും ബാക്കിൽ കാറിലുണ്ട്, പക്ഷെ ഇവര് കാറിന് സൈഡ് കൊടുക്കണില്ല. കാരണം സൈഡ് വൺ ചേസ് എന്റെ ലൈഫിൽ ആദ്യത്തെ ചേസാ. ലിറ്ററലി കാറിന് ഗ്യാപ്പ് കൊടുത്താല് ഒരിക്കറിയോ കാറ് മുന്നിൽ കയറി ചെയ്യാൻ പറ്റില്ല. പിന്നെ നിർത്തിയാല് ഈ പണിക്ക് വൺ പേയ്മെന്റാ ഇതിന്റെ ഡ്രൈവർമാർക്ക്, കാരണം റിസ്ക് കൂടുതലായോണ്ട്. പക്ഷെ റിസ്ക് പറഞ്ഞാൽ ഇതാണ്, നാട്ടുകാർ ഓടിക്കുമ്പോ ഈ തല്ലു കൊള്ളണം, പോലീസ് സ്റ്റേഷനിൽ നിൽക്കണം, അങ്ങനെയുള്ള കുറച്ച് റിസ്കുകളൊക്കെ. അങ്ങനെ ഇവര് ഒരു കാരണവശാൽ നിർത്തണില്ല. അങ്ങനെ എന്റെ പ്രൗഡ് മൊമെന്റ് എന്തേനോ, ഞാനൊരു ആക്ടിവയിലുണ്ട്, നിങ്ങട്ട് എങ്ങനെ സ്പീഡൊക്കെ ഇതാക്കി എങ്ങനെയൊക്കെ ഞാൻ ഈ ട്രക്കിന്റെ മുന്നിൽ എത്തി. Hey guys, welcome to the most underrated podcast in Malayalam, After Hours Malayalis. ഇന്ന് നമ്മളെ പോഡ്കാസ്റ്റില് ഈ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരുടെ കോഹിനൂർ, അതേപോലെ പല അമൂല്യ വസ്തുക്കള് അമൂല്യ വസ്തുക്കൾ കട്ടുകൊണ്ടത് ശരിയാണോ തെറ്റാണോ, അതേപോലെ ഇമോഷണൽ ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അതിനെ കുറിച്ചുള്ള ഒരു സിനിമ. പിന്നെ സയാന് ഒരുപാട് കാലത്തിന് ശേഷം ആനിമൽ മൂവി കണ്ടിട്ട് സയാന്റെ കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻ. സയാൻ പറയുന്നത് ചീറ്റിംഗ് ഈസ് ഓക്കെ എന്നാൽ നോട്ട് ഓക്കെ എന്ന് വരെ സയാൻ പറഞ്ഞേക്കാം. അതെ, എന്റെ നാട്ടിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് അടി കേസ്. അതെ, അങ്ങനെ അങ്ങനെ പല ടോപ്പിക്കുകൾ ഞങ്ങൾ എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട്. അവസാനം വരെ നിങ്ങൾ കേൾക്കുക. സൗദ റോൾ ദ ഇൻട്രോ മ്യൂസിക്. പിന്നെ ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഒരു കാര്യം ഞങ്ങൾക്ക് ടൈമിൽ പറയാൻ പറ്റണില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല നമ്മളെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തിന് രണ്ടാമത്തെ ആൾ നിർത്തിക്കും. ഇത് നമുക്ക് പോഡ്കാസ്റ്റും പറയാം, കാരണം നമ്മൾ റോ റിയാക്ഷൻസിനും ഇതിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതെ, നമ്മളുടെ ഒരു ലിസണർ ഇപ്പൊ അടുത്ത് നമ്മളോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ മുന്നേ പ്ലാൻ ചെയ്തിട്ടാണോ വരുന്നത്, അതോ ഓൺ ദ സ്പോട്ട് സംസാരിക്കുന്നതാണോ? അപ്പൊ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അതെ, കാരണം നമ്മൾ ജസ്റ്റ് ടോപ്പിക്സ് ഇങ്ങനെ ജസ്റ്റ് ഇടും. പിന്നെ ചിലപ്പോ നമ്മൾ ഈ ടോപ്പിക് ഞാൻ ഒന്ന് സംസാരിക്കുമ്പോഴേക്കും സയാന് വേറെ എന്തെങ്കിലും ഓർമ്മ ആവുക, അങ്ങനെ പോവുക ചെയ്യാം. സ്റ്റാർട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എന്തിനെ കുറിച്ച് തുടങ്ങുക എന്നുള്ള നമ്മൾ പ്ലാൻ ചെയ്യാം. സോ ഞങ്ങള് നാട്ടിലായ ടൈമില് നാട്ടില് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല്, നാട്ടില് ഈ ഫ്ലാറ്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പാർട്ട്മെന്റ്സ്. പക്ഷെ വലിയ വലിയ അപ്പാർട്ട്മെന്റ്സ് അല്ല, ഈ ചെറിയ ചെറിയ 2 ഫ്ലോർ 3 ഫ്ലോർ ഒക്കെ ഉള്ള ചെറിയ അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ അപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ ഹ്യൂമൻ വേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ ഹ്യൂമൻ വേസ്റ്റ് ഒരു ട്രക്ക് അത് കളക്ട് ചെയ്തിട്ട് ഒരു ഡംപ് യാർഡ് കൊണ്ടുപോയിട്ട് അവരത് നിക്ഷേപിക്കണം. അത് പിന്നെ അവരത് കമ്പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. പക്ഷെ ഈ യാർഡിൽ കൊണ്ടുപോയിട്ട് ഇതാക്കുമ്പോ ഇതിന് കുറെ റെന്റും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലെ ഈ വലിയ മുതലാളിമാരെന്താ ചെയ്യാ, ഇവർ ഈ വേസ്റ്റിന്റെ ഒരു കളക്ഷനും പരിപാടിയൊക്കെ രാത്രി ഒരു 12-1 മണിക്കാവും. എന്നിട്ട് ഇത് കൊണ്ടുപോകുന്ന പോക്കില് 2 മണി 3 മണി പുലർച്ചെ സമയം നാട്ടിൽ ആരും ഉണ്ടാവില്ല. ഇവര് നൈസ് നല്ല തോടും ഇതൊക്കെ കാണുമ്പോ അയക്കങ്ങോട്ട് തട്ടിയിട്ട് വരാണ്ട് പോകും. പിന്നെ പിറ്റേന്ന് അവിടുത്തെ നാട്ടുകാരാണ് ഇത് അനുഭവിക്കുക, ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്റെ കാക്ക സുബൈക്ക് പള്ളി പോണ മനുഷ്യനാണ്. അപ്പൊ കാക്ക സുബൈക്ക് പള്ളി പോകുമ്പോ എല്ലാ പ്രാവശ്യം സുബൈക്ക് പള്ളി പോകുമ്പോ ഇവൻ നടന്നിട്ടാ പോവാ. അപ്പൊ ഞങ്ങളെ വീട് നാഷണൽ ഹൈവേന്ന് ഒരു 100 മീറ്റർ മാറിയിട്ടാ. പക്ഷെ ഞങ്ങളെ വീട്ടിൽ നിന്ന് നാഷണൽ ഹൈവേ കാണും. ഈ നാഷണൽ ഹൈവേ ഞങ്ങളെ വീടിന്റെയും ഇത് റോഡ് വരുന്നത് ഒരു തോടിന്റെ അടിയിൽ കൂടെ. അപ്പൊ എന്നും ഈ തോടിന്റെ അവിടെ ഈ വേസ്റ്റ് ഇവര് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കാക്ക എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഈ സ്മെല്ലാണ്. പിന്നെ നമ്മള് വെറുതെ അനുഭവിക്കുന്ന ഒരു ഇടങ്ങേറാണല്ലോ അത്. പിന്നെ ആണെങ്കിൽ ഇവര് ഈ പൈസ സേവ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണേ. അതും വേനൽക്കാലം. മഴക്കാലാണെങ്കിൽ തോട്ടിലിട്ടാൽ അറ്റ്ലീസ്റ്റ് വെള്ളത്തിൽ ഒലിച്ചു പോകുന്നെങ്കിലും വിചാരിക്കാം. ഇത് വേനൽക്കാലം. അങ്ങനെ കാക്കൊക്കെ ആകെ ദേഷ്യം പിടിച്ചിട്ടെ കാക്ക എന്നോട് കാര്യം വന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ രാത്രിയല്ല, ഞാൻ കോളേജിലൊക്കെ പോയി അവിടെ പോയൊക്കെ വരുമ്പോ അപ്പൊ ഹ്യൂമൻ വേസ്റ്റിന് പോലും തടുക്കാനാവില്ല. അപ്പൊ ഇവത് പറഞ്ഞപ്പോഴാണ് ഓ ഇങ്ങനൊക്കെ നടക്കുന്നത്.
നമ്മുടെ മുറ്റത്തോ? ഞാൻ അറിയണേ. അങ്ങനെ ഓൻ പറഞ്ഞേ നമുക്ക് ഇത് എന്ത് വന്നാലും തടുക്കണം, ഇതിപ്പോ കൊറേ ആയി ഓരിങ്ങനെ ചെയ്യണേ, ആരോടും പറഞ്ഞിട്ടൊന്നും ഓർക്കും അറിയില്ല ഇത് എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ ഓൻ പറഞ്ഞേ നമുക്കൊരു പ്ലാൻ ഇടാറുണ്ട്. എന്റെ കാക്ക അമീർ സാനി അങ്ങനെ ഓന് പ്ലാൻ ഇട്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഓന്റെ കുറച്ച് ഫ്രണ്ട്സും എന്റെ കുറച്ച് ഫ്രണ്ട്സും കരിക്കിന്റെ വൈബൊക്കെ സംഭവം അതേമാതിരിയൊക്കെ തന്നെ. ഓന്റെ കുറച്ച് ഫ്രണ്ട്സും എന്റെ കുറച്ച് ഫ്രണ്ട്സും. എന്നിട്ട് ഇവൻ പറഞ്ഞ് അതായത് വണ്ടി വരികയാണെങ്കിൽ 3 സ്പോട്ടുകളാണുള്ളത്, നമുക്ക് പെട്ടെന്ന് ചാടിക്കറി വരെ ബ്ലോക്ക് ചെയ്യാന്. കാക്കയുടെ മാസ്റ്റർ മൈൻഡ്. അപ്പൊ ഓൻ പറഞ്ഞ ഒരു 3-4 ആൾക്കാര് ആ ഒരു പോയിന്റിൽ പോയിട്ട് എല്ലാരുടെ അടുത്തും വടിയും കമ്പൊക്കെ ഉണ്ട് കേട്ടോ. 3-4 ആൾക്കാര്, ഞങ്ങള് കുറച്ച് ബാക്കില്, പിന്നെ കുറച്ച് ആൾക്കാർ ഇത്. ഞാന് മറ്റേ ബാക്ക് സൈഡിലായിരുന്നു, ബാക്കിന്ന് ഇങ്ങനെ കവർ ചെയ്യാന് ലിറ്ററലി. അങ്ങനെ മറ്റേ കാറായിട്ട് റെഡിയാണ്. ഞങ്ങളടുത്തൊരു 4-5 ബൈക്കൊക്കെ ഉണ്ട്, ബൈക്ക് സ്കൂട്ടറിന്റെ സ്കൂട്ടറൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ സാധാരണ എന്താ വിചാരിക്ക, ഇവര് ട്രക്കിന്ന് വരുന്നു, ട്രക്കിന്ന് ഒരു പൈപ്പൊക്കെ കണക്ട് ചെയ്ത് തീക്കിടുന്നു, ഒരു 1-2 മിനിറ്റിന്റെ പരിപാടിയെങ്കിലും വിചാരിക്കും. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാല് ഞങ്ങളൊരു 2 മണി വരെയൊക്കെ കൊറേ കാത്തുനിന്ന് കരിക്കലുള്ള പോലെ തന്നെ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഞാൻ പോരട്ടോ പറഞ്ഞാണ്ട് പോകുന്നു. അങ്ങനൊക്കെ ഇങ്ങനെ കൊറേ കാത്തുനിന്ന് അങ്ങനെ അവസാനം നമ്മള് ഇനിയിപ്പോ ഒരു വരലുണ്ടാവില്ലേ, നമുക്ക് ഇനി നാളെ നോക്കാം, എല്ലാരും വീട്ടിലേക്ക് പോവാൻ നിക്ക, പ്രതികാരം നാളെ ചെയ്താൽ മതി. വീട്ടിലേക്ക് പോവാൻ നിക്ക. അതില് ഈ വണ്ടി ഇങ്ങനെ മെല്ലെ വന്നിട്ടോ. അതായത് ഇവര് വരുന്ന തന്നെ ഒന്ന് വണ്ടി ഇവര് നമ്പർ പ്ലേറ്റും തീരെ വിസിബിൾ അല്ല. പിന്നെ എന്താണ് ട്രക്കാണ്, ഒരു മിനി ട്രക്ക്, ഒരു സീവേജ് ട്രക്ക്, മറ്റേ ടാങ്കർ പോലത്തെ. അങ്ങനെ ഇവര് മെല്ലെ ഇങ്ങനെ വന്നിട്ട് ഇവരെ തോട്ടിലോട്ടുള്ള ആ ഒരു ഭാഗത്ത് വലിയൊരു ഇതുണ്ട്, ഒരു ഓപ്പണിങ്. അപ്പം ഇവര് വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് വെച്ചാല് ഇവരിങ്ങനെ പോകുമ്പോ വണ്ടി മെല്ലെ സ്ലോ ആക്കി നല്ല സൈഡാക്കും. എന്നിട്ട് ഓരോ അവിടെ ഓപ്പൺ ചെയ്യുമ്പോ ഈ വലിയ ഒറ്റ പോക്ക് 30 സെക്കൻഡ് കൊണ്ട് കാര്യം കഴിയും. അപ്പൊ ഈ വണ്ടി എത്തി ഞങ്ങൾ ഓരോരുത്തർ എത്തിയപ്പോ തന്നെ ഒരു ഡിസ്പോസൽ കഴിഞ്ഞത്. ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടിയൊക്കെ ഓണാക്കി വേഗം എത്തിയപ്പോ തന്നെ ഇവർക്ക് മനസ്സിലായി ഇവര് വണ്ടി എടുത്തിട്ട് വരുന്നത്. കാക്കയാണെങ്കിലും ബാക്കിൽ കാറിലുണ്ട്, പക്ഷെ ഇവര് കാറിന് സൈഡ് കൊടുക്കണില്ല. വൺ ചേസ് എന്റെ ലൈഫിൽ ആദ്യത്തെ ചേസാ. ലിറ്ററലി കാറിന് ഗ്യാപ്പ് കൊടുത്താല് അവർക്കറിയാം കാറ് മുന്നിൽ കയറി ചെയ്യാൻ പറ്റില്ല. പിന്നെ നിർത്തിയാല് ഈ പണിക്ക് വൻ പേയ്മെന്റാ ഇതിന്റെ ഡ്രൈവർമാർക്ക്, കാരണം റിസ്ക് കൂടുതലായോണ്ട്. പക്ഷെ റിസ്ക് പറഞ്ഞ ഇതാണ്, നാട്ടുകാർ ഓടിക്കുമ്പോ ഈ തല്ലു കൊള്ളണം, പോലീസ് സ്റ്റേഷനിൽ നിക്കണം, അങ്ങനെയുള്ള കുറച്ച് റിസ്കുകളൊക്കെ. അങ്ങനെ ഇവര് ഒരു കാരണവശാൽ നിർത്തില്ല. അങ്ങനെ എന്റെ പ്രൗഡ് മൊമെന്റ് എന്തേലും അറിയോ, ഞാനൊരു ആക്ടിവമിലുണ്ട്, നിങ്ങട്ട് എങ്ങനെ സ്പീഡൊക്കെ ഇതാക്കി എങ്ങനെയൊക്കെ ഞാൻ ഈ ട്രക്കിന്റെ മുന്നിലെത്തി. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചേ, മുന്നിലെത്തി കഴിഞ്ഞവരെന്തായാലും സ്ലോ ആക്കുമല്ലോ. ഞാൻ ബാക്കൊക്കെ വെക്കുമ്പോ ഇവരെ തട്ടിയാലും പ്രശ്നമില്ല, നിർത്തണ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി ഇത് ജീവൻ ആപത്താണ്. എന്നിട്ട് വീണ്ടും ഫുൾ ചേസ് നടന്നോണ്ടിരിക്കാം. അതില് ഞങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്ത് മലപ്പുറം ടൗണിലെത്തി. മലപ്പുറം ടൗൺ ഞങ്ങൾ അവിടുന്ന് ഒരു 10 കിലോമീറ്ററോളം ചേസ്. അതും കാലി റോഡ്, പിന്നെ ഡിവൈഡർ ഒക്കെ ഉള്ള റോഡ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് ഡിവൈഡർ ഉള്ളടത്ത് ഒരു റോങ് വേല് കയറി, ഞങ്ങൾ റോങ് വേ, അപ്പുറത്തൊന്നും ആരുമില്ല. ഇങ്ങോട്ട് മലപ്പുറം ടൗണിലെത്തി. അവിടെ ഒരു കയറ്റുണ്ട്, കയറ്റത്ത് ലോറിക്ക് കയറ്റം മുട്ടുമല്ലോ. ലോറി ഈ കാറിന്റെയും ബൈക്കിന്റെയും പോലെതാ. അവിടെ ഒരേ സ്പീഡ് അങ്ങോട്ട് ഇതായാണ്ട് ആ ടൈമില് കാക്ക മറ്റേ വണ്ടി മുന്നിക്കിട്ട്. കാക്ക ഇങ്ങോട്ട് വണ്ടി നേരെ മുന്നിക്കിട്ട്. അപ്പൊ മുന്നിക്കിട്ടപ്പോ ഫിസിക്സിന്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാതെ വണ്ടി പോയി ഞങ്ങളെ വണ്ടിന്റെ സൈഡിൽ അങ്ങ് തട്ടി വണ്ടി നിന്നു. ഞാനിങ്ങോട്ട് കാണുന്ന കാഴ്ച തരുമോ, ഒക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്ട് മറ്റേ ട്രക്കിന്റെ സ്റ്റെപ്പ് ഉണ്ടാവല്ലോ, അതിലാണ്ട് കേറിയിട്ട് ഡ്രൈവറുടെ മൂക്കിലിട്ട് ഞാനിങ്ങനെ
ഇങ്ങോട്ട് ഞങ്ങള് ചെക്കന്മാരുടെ ഫുള്ള് വടിയും തൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫുള്ള് ലോറൊക്കെ അടിച്ച് പൊട്ടിച്ച് ഗ്ലാസ് ഒക്കെ ഇതായി. അങ്ങനെ ഇതിങ്ങനെ ഭയങ്കര രൂക്ഷമായി നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വണ്ടി സ്റ്റക്കായത് പോലീസ് സ്റ്റേഷന്റെ അടുത്താണെന്ന്. എന്നിട്ട് മലപ്പുറം ടൗണ് പോലീസ് സ്റ്റേഷനിൽ ഫുൾ പോലീസുകാരൊക്കെ വന്ന് എന്താ ഗുണ്ടായിസോ അവർക്ക് പ്രശ്നം അറിയില്ലല്ലോ, കാഴ്ചയിലെ പ്രശ്നം എന്താ, ഞങ്ങൾ ഈ ലോറിയൊക്കെ ഇങ്ങനെ അടിച്ചതാക്കുന്നത്. അതാണ് കാഴ്ചയിലെ പ്രശ്നം. ഒരുത്തരുണ്ട് മറ്റേ ലോറി ഇങ്ങനെ അടിച്ചു പൊട്ടിക്കണേൽ ഇപ്പൊ ഗ്ലാസ് ഇങ്ങനെ കണ്ടിട്ട് കയ്യൊക്കെ എടുത്തപ്പോഴൊക്കെ ഫുൾ ചില്ലൊക്കെ അങ്ങനെ ഫുൾ സീൻ കിട്ടോ. അപ്പം പോലീസുകാരെത്തി. പോലീസുകാരെ എന്താണ് സംഭവം എന്താക്കുക വെച്ച് അതിൽ നമ്മളിങ്ങനെ കാര്യം പറഞ്ഞു, ഇവര് കുറെ കാലമായത് ഇതാവണ്, ഇവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി, അത് ഇതാക്കിയിട്ടാണ് ഇവർ ഇതാക്കണം. അപ്പൊ പോലീസുകാർക്ക് സംഭവം മനസ്സിലായി ഇത് ഇവരുടെ അടുത്തുള്ള മിസ്റ്റേക്കാണ്. എന്നിട്ട് പോലീസുകാർ അത് വിചാരിച്ചു നിങ്ങൾ നിയമം കയ്യിലെടുക്കാണോ ഒക്കെ പറഞ്ഞ് പോലീസുകാര് സ്ഥിരത്. അങ്ങനെ എന്ത് ചെയ്ത് മറ്റേ കേസ് എടുത്തു. അതങ്ങട്ട് കേസ് എടുത്തു. ഇവരെ കേസ് എടുത്തത് ഇവര് പ്രതി, ഞങ്ങള് നാട്ടുകാര് ഇടപെട്ടു എന്നുള്ള ഒരു ഇതിലാണ്. അതില് ഈ ഡ്രൈവേഴ്സ് എന്ത് ചെയ്തു അറിയോ, അവര് പറഞ്ഞ് ഞങ്ങള് നിർത്താത്തതല്ല, അവിടെ വെച്ച് നിർത്തിയാല് ഞങ്ങളെ ജീവൻ കിട്ടൂല, അപ്പൊ ഞങ്ങള് മനഃപൂർവ്വം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയതാണ്, ഞങ്ങള് രക്ഷക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട് ഓര് പറയത്. അങ്ങനെ എന്ത് ചെയ്ത് ഇവര് ഈ മൂക്കിന് അഡിക്റ്റീവന് വേഗം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. മറ്റേ ഇങ്ങനെ കേസ് ബലം കൂട്ടാന്. അതില് കാക്ക ഞങ്ങളെ കുറച്ച് 3 ആൾക്കാരുടെ നിങ്ങളാണ് പോയി അഡ്മിറ്റ് ആക്കി. അതെ, എന്നിട്ട് ഞങ്ങള് 3 ആൾക്കാര് അഡ്മിറ്റ് ഒക്കെ ആയി. നഴ്സ് ട്രിപ്പൊക്കെ ഇട്ട് വെറുതെ കാണിക്കാറ് എന്തിനാണ് ആ ട്രിപ്പൊക്കെ. അല്ല പോയി അഡ്മിറ്റ് ആകാനൊക്കെ പറ്റുമോ? എന്താ പോയി പറയാ അത് പറയാ അങ്ങനെ ഒരു തല്ല് കേസ് ഉണ്ടായതാണ്, അഡ്മിറ്റ് ആണോ ഒരു ദിവസം കാരണം കോർപ്പറേറ്റ് ഹോസ്പിറ്റലല്ലേ. എന്നിട്ട് ഞങ്ങളപ്പൊ തന്നെ ഞങ്ങളെ നാട്ടിലെ വലിയൊരു പ്രവർത്തകനുണ്ട് ലീഗിന്റെ. അങ്ങനെ മൂപ്പരെ വിളിച്ച് കാര്യം പറഞ്ഞ് മൂപ്പരെ ഭാര്യ വീട്ടിലാ, ഞങ്ങളെ നാട്ടിലും ഇല്ല. മൂപ്പരിങ്ങോട്ട് അവിടുന്ന് മലപ്പുറം ടൗണ് ആ ടൈമിലെത്തി. അതില് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി. നമ്മളെ നാട്ടിലെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഇങ്ങനെയുള്ളവര്. മൂപ്പരിങ്ങോട്ട് ആ ടൈമിൽ ഉറക്കും തോന്നുന്നു. മൂപ്പർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. എന്നിട്ട് മൂപ്പരെ പാർട്ടിയിലുള്ള ഒരാളെ വിളിച്ചിട്ട് അയാളുടെ ബൈക്കിന്റെ ബാക്കിലെ മൂപ്പരെത്തിയത്. ഇങ്ങോട്ട് മൂപ്പരെത്തി, ഷൗട്ട് ഔട്ട്. എന്നിട്ട് മൂപ്പരുണ്ടായോണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്തായി. അപ്പം പിന്നെ മറ്റൊരു ഫുള്ള് എനിക്ക് ആ മൂക്കിനിട്ട് ഇടിച്ചവനെ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഒരു വൻ സീനൊക്കെ. പിന്നെ ഞങ്ങള് പിറ്റേന്ന് നിന്നെ കാണാനും അമീർ ഖാനിനെ കാണാനും ഒരേ മൂക്കിലിട്ട് ഇടിച്ച ഇവരല്ല. പിന്നെ അന്ന് എനിക്ക് മുടി ഞാൻ ഫുള്ള് ഇങ്ങനെ വളർത്തിട്ടാ. പിന്നെ അത് തിരുവോണത്തിന്റെ അന്ന്. കാരണം എന്താന്ന് വെച്ചാല് തിരുവോണത്തിന്റെ ടൈമില് ഞങ്ങളെ ഫ്രണ്ട് അഭിഷേകിന്റെ വീട്ടില് സദ്യ വിളമ്പുമ്പോ ഞങ്ങള് പിറ്റേന്ന് ഒപ്പിടാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ പോയതാ. അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങള് പോലീസ് സ്റ്റേഷൻ പോയി, ഇതൊപ്പൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഒത്തുതീർപ്പായി. പിന്നെ ഈ ലോറിന്റെ മുതലാളി വന്നാണ്ട്, കാരണം ലോറി അവിടെ പിടിച്ചു വെച്ചിരിക്കല്ലോ, ലോറിന്റെ മുതലാളി വന്ന് എന്താ ചെയ്യേണ്ടിയൊക്കെ വെച്ചപ്പോ കാക്ക നഷ്ടപരിഹാരം വേണം. കാരണം ഞാന് ഇടിക്കാനൊന്നും വിചാരിച്ചില്ല, പക്ഷെ വണ്ടിനെ തട്ടിയോണ്ടാണ്. അപ്പം ഇതായത് അങ്ങനെ എന്തൊക്കെ പൈസ കൊടുത്ത് സെറ്റ്. പിന്നെ ഈ രാഷ്ട്രീയക്കാരും ഇടപെട്ടോണ്ട് ഒരു മദ്യം നിന്നാണ്ട് അതിന് ഐസിലാണ്ട് ഇതായി. നമ്മളെ നാട്ടിലെ ഓരോ സിസ്റ്റംസിലെ. അതെ. എന്നിട്ട് ഞാന് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടുമ്പോ പോലീസുകാരൊക്കെ എന്നോട് എന്താടാ മുടിയൊക്കെ വളർത്തിയാണ്ട് നിനക്ക് തന്നെയാണോ പണി, ഗുണ്ടായിസാണോ? ഞാന് അതെ സാറേ. എന്താ സാറേ മുടി വളർത്തിക്കൂടെ അങ്ങനെയൊക്കെ കാണാനുള്ളല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ നാട്ടില് ഞങ്ങൾക്ക് വൻ റെസ്പെക്ട്, നാടിന്റെ പൊന്നോ. കാരണം തരുമോ, നാട്ടിലെ കൊറേ വലിയ ആൾക്കാര് ഈ ലോറി പിടിക്കാൻ നോക്കിയിട്ട് ഇതേമാതിരി നിർത്താതെ പോയ കേസാ. അത് ഞങ്ങൾക്ക് അറിയില്ലേനു, അപ്പോഴാ അറിയണേ. അപ്പൊ ഇവര് ചെറുക്കന്മാര് നമ്മളെ ഭാവി തലമുറ യുവാക്കൾ. അതെ, ഇവര് ചെറുക്കന്മാര് ഇത് പിടിച്ചു എന്നുള്ള ഇതില് ഭയങ്കര നാട്ടില് വൻ പേരായി. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ ഷൈൻ ചെയ്തിരുന്നു.
അത് മറ്റേ നമ്മളെ നാട്ടില് പ്രളയം വന്നപ്പോ നമ്മളുടെ ജനറേഷൻ അത്ര കാലം ഒന്നിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞവര് അവരായിരുന്നു ഫുള്ള് മുന്നിലോട്ടുണ്ടായിരുന്നു. അതെ, ശരിയാ. ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള പോഡ്കാസ്റ്റിൽ ഞാൻ വളരെ ഒരു ഇമ്പോർട്ടന്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ള സിമിറ. നമ്മളെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലേ ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഒട്ടുമിക്ക കാര്യത്തിനെ കുറിച്ചും അഭിപ്രായങ്ങളില്ല, പക്ഷെ എനിക്കുള്ള കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻസ് ഞാൻ ആലോചിച്ചെടുത്ത് ഞാൻ ഈ പോഡ്കാസ്റ്റ് പറയുക. സിമിറ, നിനക്ക് കോഹിനൂറിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ? കോഹിനൂർ പറഞ്ഞാൽ മറ്റേ നമ്മളെ ഇന്ത്യന്ന് ബ്രിട്ടീഷുകാര് അവരുടെ ഒരു ആ റെയിനില് അവര് കട്ടുകൊണ്ടുപോയി ബ്രിട്ടീഷ് മ്യൂസിയത്തില്. ഏത് സിനിമയിലാണ്? ഋത്തിക് റോഷന്റെ ബാങ് ബാങ്ങോ? ബാങ് അല്ല, ധൂം 2. പൊക്കണല്ലേ? അതല്ല, ബാങ് ബാങ്ങിലുണ്ട് എന്ത് കോഹിനൂർ ചുറാലിയ. എനിക്കറിയില്ല, ഞാൻ കുറച്ച് ഹിന്ദി സിനിമ കണ്ടിട്ടുള്ളൂ, എനിക്ക് തെറ്റാൻ ചാൻസ് ഇല്ല. അപ്പം ഇതൊക്കെയാണ് എനിക്കറിയാം. അതായത് ബ്രിട്ടീഷുകാര് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഒരു മ്യൂസിയത്തിലൊക്കെ വെച്ച് അത് അവരുടെ ഒരു കളക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻ ആണ്. ഈ ഒപ്പീനിയൻ കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരു ഫുഡ് ഫോർ തോട്ട് ആക്കി നിങ്ങൾ എടുത്താൽ മതി. ഈ കോഹിനൂറിന്റെ ചരിത്രം ഞാൻ വിക്കിപീഡിയയിൽ ഇരുന്ന് വായിച്ചു. അപ്പൊ കോഹിനൂർ ഫസ്റ്റ് താളുകളിൽ കോഹിനൂറിനെ കുറിച്ച് എഴുതപ്പെടുന്നത് എപ്പോഴാന്ന് വെച്ചാല് ഈ നൂർ ഷാ എന്ന് പറഞ്ഞിട്ട് ഇറാനിലെ ഒരു ഷാ ഉണ്ടായിരുന്നു. ഇറാന്റെ കിങ് എന്നൊക്കെ പറയുന്ന, ഇറാന്റെ റൂളർ എന്നൊക്കെ പറയുന്ന ആള്, മൂപ്പര് നോർത്ത് ഇന്ത്യ ഇൻവേഡ് ചെയ്തപ്പോഴാണ് മൂപ്പര് മുഗൾ എംപയറിന്റെ ഒരു പീകോക്കിന്റെ ഷേപ്പിലുണ്ടായിരുന്ന ഒരു എന്താ പറയാ ത്രോൺ ഉണ്ടായിരുന്നു, അതിലുണ്ടായിരുന്ന ഒരു ജ്വല്ലായിരുന്നു അത്ര കോഹിനൂർ. അങ്ങനെയാണ് മൂപ്പര് എടുത്തു നോർത്ത് ഇന്ത്യ ഇൻവേഡ് ചെയ്തപ്പോ. ആ ഒരു സമയത്താണ് ഏർലിയസ്റ്റ് റെക്കോർഡിംഗ് ഓഫ് കോഹിനൂർ എഴുതപ്പെട്ടത്. അപ്പൊ ഈ ഒരു കോഹിനൂർ എവിടുന്നാ വന്നത് എന്നതൊന്നും ആർക്കും അറിയില്ല, അതിനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല. അപ്പൊ ഈ കോഹിനൂർ മൂപ്പരെടുത്തു, പിന്നെ മൂപ്പരെടുത്തുനിന്ന് അത് തട്ടി വേറെ ആർക്കോ എത്തി, അങ്ങനെ കൈമാറി സൗത്ത് ഏഷ്യയും വെസ്റ്റ് ഏഷ്യയിലേക്കും ഒക്കെ കൈമാറി അവസാനം അത് ബ്രിട്ടീഷ് എംപയറിന്റെ അടുത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ത്രൂ എത്തി. എന്നിട്ട് അതങ്ങനെ ഇവരെടുത്തെത്തി, ബ്രിട്ടീഷ് എംപയറിന്റെ അടുത്തെത്തി. അപ്പൊ ആൾക്കാര് കോഹിനൂർ ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമല്ല എപ്പോഴും പറയാറ്. കാരണം എന്താ, അത് ഇന്ത്യക്ക് ബിലോങ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പണ്ട് കാലത്ത് ലോകം എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? കുറെ കിങ്ഡംസ്, കുറെ നേഷൻസ്, കുറെ ട്രൈബ്സ്, കുറെ എംപയർസ്, ഇവരൊക്കെ തമ്മിൽ ഇൻവേഡ് ചെയ്യും, കൊള്ളടിക്കും. ഗംഗിസ് ഖാൻ, പേടി സ്വപ്നാണെന്ന് എല്ലാരും പറയുന്നത്. ഗംഗിസ് ഖാന്റെ ഒക്കെ പോലത്തെ ആൾക്കാര് വേൾഡ് കോൺകർ ചെയ്യാൻ അറിയാം. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഗംഗിസ് ഖാൻ, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ഇവർക്കൊക്കെ ലോകം മൊത്തത്തില് കോൺകർ ചെയ്യണം. അതായത് ഓരോരോ യുദ്ധങ്ങൾ ചെയ്ത് എത്രയോ വലിയ സാമ്രാജ്യം ഉണ്ടായിട്ട് അത് പോരാ അവർക്ക്. ലോകത്ത് ഗംഗിസ് ഖാൻ മരിക്കാൻ നേരം പറഞ്ഞത് എന്താ വെച്ചാ, എന്നാൽ കഴിയുന്നൊക്കെ ഞാന് കോൺകർ ചെയ്തു, ഇനി കുറച്ച് സ്ഥലം ഞാൻ നിങ്ങൾക്ക് ബാക്കി വെച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ ഗംഗിസ് ഖാന്റെ ബോഡിയൊക്കെ ഭയങ്കര സീക്രറ്റ് ആയിട്ടാണ് അവര് അടക്കം ചെയ്തത്. കാരണം ശത്രുക്കള് ആ ബോഡി കണ്ടാല് അത്രക്കും ആ ബോഡിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവരത് വിചാരിച്ചിട്ട് പ്രിസർവ് ചെയ്യാം. പക്ഷെ ആർക്കും എവിടെ ലൊക്കേഷൻ അറിയില്ല. പണ്ട് കാലത്ത് മൈറ്റ് മേക്സ് റൈറ്റ് എന്ന് പറയുന്ന പോലെ, അതായത് കഴിവുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ, അല്ലെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ ആയിരുന്നു ലോകം പ്രവർത്തിച്ചിരുന്നത്. അതായത് ഒരു നോർമലൈസ്ഡ് നോർമായിരുന്നു. കഴിവുള്ളവർ കഴിവില്ലാത്തവരെ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആർമി വീക്ക് ആർമിനെ കോൺകർ ചെയ്യും, ഡിഫീറ്റ് ചെയ്യും, ആ നാടെടുക്കുമ്പോൾ അവരെന്താ ചെയ്യുക, ആ നാട്ടിലെ റിസോഴ്സസ്, ആ നാട്ടിലെ ജ്വല്ലറി, ആ റോഡിലെ ഇൻഫ്രാസ്ട്രക്ചർ, സിറ്റിസൺസ്, ആൾക്കാരെ ഇവരൊക്കെ അങ്ങ് എടുക്കും. അതായിരുന്നു രീതി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഇന്ത്യയിലും ഇതേപോലെ കുറെ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, ഇവരും ഇതേപോലെ തമ്മിലൊക്കെ അടിച്ച് തമ്മിൽ കോൺകറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവരും ഇതേപോലെ ഒരു നാട് ഏറ്റെടുക്കുമ്പോ അവരും ഇതുപോലെ ആ നാട്ടിലുള്ള റിസോഴ്സസ്, ആ നാട്ടിലുള്ള ജ്വല്ലറി, ആ നാടിന്റെ ടെറിട്ടറി ഒക്കെ അവർ ഏറ്റെടുത്തിട്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മളെ കോൺകർ ചെയ്തപ്പോ അവര് ഒബ്വിയസ്ലി ആ റിസോഴ്സസ് ഒക്കെ അവരെടുത്തു. അത് നമ്മൾ എന്താ പറയാ, ഒപ്രസ് ചെയ്യപ്പെട്ടവർ എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ടാകും. പക്ഷെ അതല്ലായിരുന്നോ ആ കാലത്ത്? ഇനിയിപ്പം
സൗദി അറേബ്യ, നമ്മൾ സൗദി എന്നാണ്. അപ്പോൾ സൗദി അറേബ്യ ആ പണ്ട് കാലത്ത് ഹിജാസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് സൗദി റീജിയന്. അങ്ങനെ കിങ് അബ്ദുൽ അസീസ് അൽ സൗദ്, ഫസ്റ്റ് കിങ്, മൂപ്പര് സൗദി പിടിച്ചടക്കി. എന്നിട്ട് മൂപ്പര് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എസ്റ്റാബ്ലിഷ് ചെയ്തു. കിങ് സൗദ് അല്ലേ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എസ്റ്റാബ്ലിഷ് ചെയ്ത? അബ്ദുൽ അസീസ് അല്ലേ? ഞാൻ ഫാമിലി നെയിം എന്റെ അറിവില് രണ്ടാമത്തെ രാജാവാണ് ഈ ഒരു സൗദി അറേബ്യ എന്നുള്ള രീതിക്ക് ആക്കിയത് എന്നാണ് എന്റെ അറിവില്. SAC പഠിച്ചതല്ലോ, സൗദി അറേബ്യൻ കൾച്ചർ. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ മൂപ്പര് അങ്ങനെ കിങ്ഡം ഓഫ് സൗദി അറേബ്യ ഉണ്ടാക്കി. അങ്ങനെയാണ് മൂപ്പര് ഇപ്പം സൗദിയിലുള്ള പെട്രോളിയം റിസോഴ്സസ് കാര്യങ്ങൾ ഇതൊക്കെ മൂപ്പര് സ്വന്തമാക്കി. അപ്പൊ അതിന്റെ മുന്നേ അതൊക്കെ വേറൊരു അത് വേറൊരു നാട്ടുകാർക്ക് ബിലോങ് ചെയ്തിരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന കാനഡ അല്ലെങ്കിൽ കാനഡയുടെ തൊട്ട് താഴെയുള്ള അമേരിക്ക, ഇവിടെ നേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, നേറ്റീവ്സ്. അപ്പൊ ഈ ഇൻഡിജിനസ് പീപ്പിൾ എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ അങ്ങനെ നിന്നിരുന്ന ആൾക്കാരെ ഈ യൂറോപ്പിൽ നിന്ന് വന്ന ആൾക്കാർ വൈറ്റ്സ് വന്ന് കോൺകർ ചെയ്ത് ഇവർ ഈ നാട് ഇപ്പൊ ഏറ്റെടുത്തു, കാനഡ, അമേരിക്ക. അപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അമേരിക്ക ഇസ് ബിൽറ്റ് ഓൺ സ്റ്റോളൻ ലാൻഡ്. നമ്മളെടുത്തുനിന്ന്, അതായത് ഇൻഡിജിനസ് ആൾക്കാരുടെ അടുത്തുനിന്ന്, നേറ്റീവ്സിന്റെ അടുത്തുനിന്ന്, റെഡ് ഇന്ത്യൻസിന്റെ അടുത്തുനിന്ന് പിടിച്ചെടുത്തതാണ് ഈ സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നേറ്റീവ്സ് എന്ന് പറഞ്ഞുള്ള ആൾക്കാര് അവിടെ ഉണ്ടായിരുന്ന അതിന് മുന്നത്തെ ആൾക്കാരെ പിടിച്ചടക്കിയിട്ട് അവരെടുത്തുനിന്ന് ഈ സ്ഥലം എടുത്തതാണ്. അപ്പൊ ലോകത്തിന്റെ ഒരു രീതി അതല്ലായിരുന്നോ? ഞാൻ പറയുന്നത് ശരിയാണ് എന്നല്ല, ഇത് തെറ്റാണ് എന്നുമല്ല, ഞാൻ പറയുന്നത് അതായിരുന്നു ലോകത്തിന്റെ രീതി. കാരണം നമ്മള് ഒരു സംഭവം കോൺകർ ചെയ്താ അത് അവരുടേതാണ് എന്നുള്ള രീതിയിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇതെങ്ങനെ എനിക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനും ഇതിനൊക്കെ ഉള്ള അവസ്ഥ എന്താന്ന് വെച്ചാല്, ഒരു യൂട്യൂബർ ഉണ്ട് എമ ചേംബർലിൻ എന്ന് പറഞ്ഞിട്ട്. ഈ എമ ചേംബർലിൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എൻ്റെ ഈ ഫ്രണ്ടിന്റെ പേഴ്സണാലിറ്റി പറഞ്ഞാൽ ഈ എമ ചേംബർലിന്റെ പോലെ ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിട്ട്, ഭയങ്കര പോസിറ്റീവായിട്ട്, ഭയങ്കര ഒരു ടോക്കറ്റീവ് ആയിട്ടാണ്. ഇങ്ങനെ എനർജി അവസാനം ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ നിൽക്കും. അപ്പൊ ഞാൻ എമ ചേംബർലിന്റെ ഒരു ഇന്റർവ്യൂ ആണായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഷോ ഓൺ ദ ഇന്റർനെറ്റ്, ഹോട്ട് വൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോ കാണായിരുന്നു. അപ്പൊ ഇതിൽ എമ ചേംബർലിൻ ഗസ്റ്റ് ആയി വന്നപ്പോൾ എമ ചേംബർലിൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഈ ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അപ്പൊ ഞാനിങ്ങനെ സ്നാപ്ചാറ്റിൽ ഒരു സ്നാപ്പ് അയച്ചിട്ട് ഷീ റിമൈൻഡ്സ് മീ ഓഫ് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അയച്ചു. അപ്പൊ ഇവള് പറഞ്ഞു, I used to love her, but I stopped watching her after the necklace, after she refused to apologize for the necklace എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് നെക്ലസ് എന്ന് ചോദിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാല് എമ ചേംബർലിനെ മെറ്റ് ഗാല അറിയില്ല നിനക്ക്? മെറ്റ് ഗാലയില് എമ ചേംബർലിനെ ഗസ്റ്റ് ആയി വിളിച്ചിരുന്നു. അപ്പൊ എമ ചേംബർലിൻ ഗസ്റ്റ് ആയി പോയപ്പം അറ്റൻഡ് ചെയ്തപ്പോ ഈ മെറ്റ് ഗാലയിൽ ഭയങ്കര ഔട്ട്ലാൻഡിഷ് എക്സ്ട്രാവഗന്റ് ഔട്ട്ഫിറ്റ്, റിഡിക്യുലസ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. അതാണല്ലോ. ആരെയായിരുന്നു ഫുള്ള് റെഡ് ഇട്ട് വന്നത്? ഒരു ഡെവിലിനൊക്കെ അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഒരു ഔട്ട്ലാൻഡിഷ്, എല്ലാരും ഉറ്റു നോക്കുന്ന ഒരു സംഭവമാണ്. ഒന്ന് പാരീസ് ഫാഷൻ വീക്കും പിന്നെ മെറ്റ് ഗാലയും. അതെ, ജനറൽ നോളജ്. അപ്പൊ ഇങ്ങനെ എന്താ മെറ്റ് ഗാലയിലേക്ക് പോയപ്പോ അപ്പൊ ഈ ഡിസൈനേഴ്സ്, ഫാഷൻ ബ്രാൻഡ്സ് ഒക്കെ എന്താ ചെയ്യാ, വലിയ സെലിബ്രിറ്റീസിന് അവരാണ് സ്റ്റൈൽ ചെയ്യുക. അവർക്ക് അവരുടെ ഒരു ക്രിയേഷൻ എന്താ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ബ്രാൻഡിങ്. അപ്പൊ എമ ചേംബർലിന്റെ സ്റ്റൈൽ ചെയ്തിരുന്നത് കാർട്ടിയർ എന്നൊക്കെ നമ്മൾ പറയുന്ന കാർട്ടിയർ ബ്രാൻഡ്. അപ്പൊ കാർട്ടിയർ ബ്രാൻഡ് ഇവൾക്ക് കൊടുത്ത ഔട്ട്ഫിറ്റിന്റെ കൂടെ ജ്വല്ലറി കൊടുത്തപ്പോ ഏൻഷ്യൻ ഇന്ത്യയിലെ മഹാരാജ അവരുടെ അടുത്തുനിന്ന് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കാർട്ടിയർ എടുത്തിരുന്ന ജ്വല്ലറി ഓർണമെന്റ്സ് ആണ് ഇവൾക്ക് കൊടുത്തിരുന്നത്. ഇവളത് അണിഞ്ഞു, ഇവള് മെറ്റ് ഗാലയിലേക്ക് പോയി. അപ്പൊ എന്നിട്ട് ഇന്ത്യൻസ് ഒക്കെ അതിന്റെ അവള് ഇട്ട പോസ്റ്റിന്റെ താഴെയൊക്കെ ഫുള്ള് യു സ്റ്റോൾ ദിസ്, സ്റ്റോളൻ ജ്വല്ലറി, ഗിവ് ഇറ്റ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കമന്റ് സെക്ഷൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞ ഇവള് ഇത് ഇട്ടെന്ന് മാത്രല്ല, ഇവളത് ഇട്ടതിന് അപ്പോളജൈസ് ചെയ്തില്ല ഇന്ത്യൻസിനോട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ
എമാ ചേമ്പൽ എന്നൊക്കെ പറഞ്ഞ ഒരു സാധാരണ യൂട്യൂബർ ഇങ്ങനെ ഒരു സംഭവം മെഗാലയിലേക്ക് വിളിച്ചു. ഇവള് കാർട്ടിയാണ്, ഇവള് കാർട്ടിയാണ് എന്നെ സ്പോൺസർ ചെയ്യുന്നത്, അല്ലെ എന്റെ ഔട്ട്ഫിറ്റ് നോക്കിയ കാർട്ടി ഇവൾക്ക് ജ്വല്ലറി എടുത്തു, താങ്ക് യു, ഇതൊരു ഏൻഷ്യൻ ജ്വല്ലറി ആണെന്ന് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഇവള് ആണോ, അതെ, തലമുറകൾ കൈമാറി വന്നതോ ഓക്കെ തന്നെ. ഇവൾക്ക് ഇതിനെ കുറിച്ച് അറിയുന്ന പോലും ഉണ്ടാകില്ല. എന്നിട്ട് ഇവൾ അപ്പോളജൈസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇവളെ കാണല് നിർത്തി. എന്റെ ഫ്രണ്ട് പറയാം ഞാൻ ഇവളെ കാണല് നിർത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു, ഇതൊക്കെ ഇപ്പൊ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിൽ വന്നു. എനിക്ക് ലിറ്ററലി നിങ്ങളോടുള്ള ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? കാരണം പണ്ട് കാലത്ത് ഇപ്പൊ ഈ മുഗലംബേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും ഇതേപോലെ പലയിടത്തുനിന്നും കൊന്നിട്ടും മുഗൾ എംപയർ, മുഗൾസ് അഫ്ഗാനിസ്ഥാനൊക്കെ ആയിട്ട് കുറെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ. മുഗൾ എംപയർ എന്ന് പറഞ്ഞാൽ ഗംഗിസ് ഖാന്റെ ലിനിയേജ് എന്ന് വന്നതാണ് അവര്. അപ്പൊ അവരും ഇതേപോലെ കുറെ ആൾക്കാരെ കൊന്നിട്ടാണ് വരുന്നത്. മുഗളുടെ അടുത്തുനിന്നാണ് ഈ നൂർഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാന്റെ ഷാ പിടിച്ചെടുത്തത്, കോഹിനൂർ. അപ്പൊ അങ്ങനെ ഇത് അങ്ങനെ ആയിരുന്നു ലോകം. അപ്പൊ ഒരു ഫുഡ് ഫോർ തോട്ട് എന്നുള്ള രീതിയിൽ പറയാണ്. പണ്ടത്തെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓർമ്മ, നമ്മള് എവിടെ ടൊറോണ്ടോയിലൂടെ നടന്നു പോകുമ്പോ നമ്മള് പറഞ്ഞില്ലായിരുന്നോ ഈ ഷാജഹാന് മറ്റേ താജ്മഹൽ ഉണ്ടാക്കിയതിന്റെ ശേഷം അതിന്റെ ആർക്കിടെക്ചേഴ്സിനൊക്കെ കൊന്നും ചെയ്ത് പണിയെടുത്ത് ഞാൻ തന്നെയാണെന്ന് തോന്നണേ. എന്നിട്ട് നമ്മള് പറഞ്ഞും ചെയ്തു നമുക്കിത് പോഡ്കാസ്റ്റ് പറയാം. അത് കറക്റ്റ് ആണോ അല്ലേന്ന് എനിക്കറിയില്ല, പക്ഷെ സെമീർ എന്നോട് പറഞ്ഞതാണ്. ഒരു കേട്ടുകളിൽ പക്ഷെ ഈ പിരമിഡ് ഉണ്ടാക്കിയതിലും അങ്ങനത്തെ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിരമിഡ് ഉണ്ടാക്കിയതിനു ശേഷം അത് ഉണ്ടാക്കിയ വർക്കേഴ്സിനൊക്കെ ഇങ്ങനെ പല രീതിയിൽ പിന്നീട് ഈ ഒരു ക്രിയേഷൻ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോ അന്നത്തെ രാജാക്കന്മാരല്ലേ ചെയ്തൂടെ. കാരണം ഓർക്ക് പറഞ്ഞാലിപ്പം ഇത് ഇത്ര വലിയൊരു സിമ്പിൾ മാറ്റർ അല്ല. ഇപ്പൊ ഒരാളൊക്കെ ഡിക്റ്റേറ്റർ മൂവിയില് ജനറൽ അല്ലാതെയും പറയണ പോലെ ഇങ്ങനെ ആക്കിയാ മതി അവനെ കൊന്ന്. അടുത്ത എന്റെ ടോപ്പിക് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻസ് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ വന്നതാണ്, ഈ ചെസ് എന്ന് പറഞ്ഞാ ഭയങ്കര ഒരു സെക്സിസ്റ്റ് ഗെയിം അല്ലേ. ഞാൻ സെമീറിനോട് ഇപ്പൊ അടുത്ത് പറഞ്ഞേ ചെസ് ഭയങ്കര സെക്സിസ്റ്റ് അല്ലേ. എനിക്ക് എന്റെ മൈൻഡിൽ അത് റേസിസ്റ്റ് എന്നാണ് വന്നത്. അപ്പൊ സെമീർ അറിയാ അതെന്താ വൈറ്റ്സ് ആദ്യം തുടങ്ങുന്നോണ്ടാണോ? അല്ല ശരിയാണ്, അപ്പൊ ഞാൻ പറഞ്ഞ അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അത് സെക്സിസ്റ്റ് അല്ലല്ലോ, അത് റേസിസ്റ്റ് അല്ലേ പറഞ്ഞ. അപ്പൊ പിന്നെ ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോഡ്കാസ്റ്റ് പറയാം. ചെസ്സിൽ എപ്പോഴും വൈറ്റ് ആണ് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ ഭയങ്കര റേസിസ്റ്റ് അല്ലേ എന്ന് സെമീറിന് ഡൗട്ട് വന്നു. അതുപോലെ തന്നെ ചെസ്സില് സെക്സിസ്റ്റ് ആണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ക്വീന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഭയങ്കര ഏറ്റവും പവർഫുൾ എന്നൊക്കെ ഉള്ള പോലെ ക്വീനാണുള്ളത് ചെസ്സിൽ. ക്വീൻ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ക്വീനിനെ കൊല്ലാം, അപ്പോഴും കളി മുന്നോട്ട് പോകും. കളി മുന്നോട്ട് പോകും. കിങ് എന്ന് പറഞ്ഞാൽ കിങ്ങിന് ഒരു സ്റ്റെപ്പ് അറ്റ് എ ടൈമേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ കിങ്ങിനെ കൊല്ലാൻ പറ്റൂല എന്ന് മാത്രമല്ല, കിങ്ങിനെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ഗെയിം തീരുള്ളൂ. ചെക്ക് മേറ്റ് ആയതാൽ മാത്രമേ ഗെയിം തീരുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ഈ പോൺസ് ഇവര് എതിരാളിന്റെ ഏറ്റവും ലാസ്റ്റ് റോൾ എത്തിയാല് പോണ് പ്രൊമോഷൻ കിട്ടിയോ. അതെ, ഇപ്പൊ പോണിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി വെറും ഒരു ബഡനായ പോണിനെ നമ്മൾക്ക് മുന്നിൽ പോയി ഏറ്റവും അവസാനത്തിൽ എത്തിച്ചാല് പോണിനെ നമുക്ക് ക്വീനായി ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാം. പക്ഷെ കിങ്ങിനെ കൊല്ലാൻ പറ്റില്ല. കിങ്ങിനെ കൊന്നാൽ കിങ്ങിനെ ട്രാപ്പ് ചെയ്താൽ ഗെയിം അവിടെ അവസാനിക്കും. വേറൊരു കോമഡി ഉണ്ട്, ഇവര് ഈ ഒരു കൺസെപ്റ്റിന് ഒരു ഫെമിനിസം എന്നുള്ള രീതിയില് കുറെ ചെസ് ബോർഡ് ഇറങ്ങിയിരുന്നു. അതായത് കിങ്ങിന് പകരം ക്വീനിന് പകരം കമാൻഡറും. കിങ് വേണ്ട, അതായത് ഒരു ലാൻഡ് ഓൺ ബൈ എ ക്വീൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എന്നിട്ട് കമാൻഡർ ഇങ്ങനെ എല്ലായിടത്തും പോയി ക്വീന്റെ അതേ ഗെയിംസ് തലവൻ അങ്ങോട്ട് ക്വീൻ ഇങ്ങനെ ഓരോരു സമാധാനത്തിന് ഇതിന് ഞാനൊരു മിസോജിനിസ്റ്റ് ടേക്ക് ഞാൻ കേട്ടിക്കണേ. അതായത് ക്വീന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതാളെടുത്തേക്കും ചാടാം, പക്ഷെ കിങ്ങിന് അങ്ങനെ പറ്റൂല, കിങ് ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മിസോജിനിസ്റ്റ് ആംഗിളിലും ഞാൻ കേട്ടിക്കണേ. പിന്നെ ഒരു കോട്ട് ഉണ്ടല്ലോ, അതായത് the game ends when the king falls എന്നൊക്കെ പറഞ്ഞാൽ not when the queen goes no queen dies എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ചീറ്റ് ചെയ്യുമ്പോ ഞാന് ഈ അടുത്ത് നമ്മള് മറ്റേ ഫിലിമിന്റെ പ്ലോട്ടുകൾ ഇങ്ങനെ സംസാരിച്ചില്ലേ.
എപ്പിസോഡില് ഇങ്ങനെ നമ്മള് ഇന്റെ ഒരു ഫിലിം സ്റ്റോറി പ്ലോട്ട്, ഒരു ക്ലാസിക് ലവ് സ്റ്റോറി എന്നൊക്കെയുള്ള രീതിയില് അതില് നമ്മളെ ഈ അടുത്ത് നമ്മളെ പോഡ്കാസ്റ്റ് ഡിസ്കവർ ചെയ്ത് നമ്മളെ ലിസണർ സുസാന ഇക്ബാൽ ഭയങ്കര കൺസ്ട്രക്റ്റീവ് കമന്റ്സ് കൊണ്ടൊക്കെ നമ്മുടെ കമന്റ്സ് അപ്പം അവര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഞാന് എന്റെ ഈ എപ്പിസോഡ് ഇങ്ങനെ കണ്ട്, അപ്പൊ ദർ യൂസ് ടു ബി എ ഷോ ദാറ്റ് ഐ യൂസ് ടു വാച്ചിങ്, അത് ഈ ഒന്ന് കണ്ടോക്ക്, അത് നിനക്ക് എന്റെ ഒരു ഗോൾസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിനക്ക് അത് ഇഷ്ടപ്പെടുന്ന പറഞ്ഞു. അപ്പൊ അത് ഒരു വോങ്ഫു പ്രൊഡക്ഷൻസ് പറഞ്ഞ പണ്ടത്തെ ഇപ്പം ഇന്ത്യയിൽ ഫിൽട്ടർ കോപ്പി ഒക്കെ ഉള്ള പോലെ US ഒരു ഏഷ്യൻ ബേസ്ഡ് ആൾക്കാരെ പണ്ടത്തെ ചാനലാണ്. അപ്പൊ അതില് പണ്ട് വന്ന ഒരു ഷോർട്ട് മൂവിയാണ്. ഷോർട്ട് മൂവി ആണ്, ഒരു 6 പാർട്ടുള്ള ഒരു 18 മിനിറ്റിന്റെ ഒരു വെൽ മെയ്ഡ് ഷോർട്ട് മൂവി. അന്നത്തെ രീതിയിൽ ഒരു ബെസ്റ്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതിന്റെ സ്റ്റോറി എന്താന്ന് വെച്ചാല് സംഭവം എനിക്ക് വൺ ഇൻട്രസ്റ്റിംഗ് ആയി, അടിപൊളി. ഇവള് പറഞ്ഞ അതിൽ തന്നെ എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് വരും. അതിന്റെ സ്റ്റോറി എങ്ങനെയാ വെച്ചാല് സാധാരണ പേര് വോങ്ഫു പ്രൊഡക്ഷൻസ് ആണ് വരുന്നത്. ഇതിന്റെ പേര് എവറിത്തിങ് ബിഫോർ അസ്. ഓക്കെ, എവറിത്തിങ് ബിഫോർ അസ്, എവരിവൺ ബിഫോർ അസ്, അങ്ങനെ എന്താ രണ്ടും അടിച്ചു നോക്കും. വോങ്ഫുവിന്റെ അണ്ടറിലാണ് അത്. ശരി. അപ്പൊ പോഡ്കാസ്റ്റ് പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കി പറഞ്ഞൂടെ? സെർച്ച് ചെയ്യാൻ മടിയാണ്, പക്ഷെ ഇത് രണ്ടിലും ഏതോ ഒന്നാണ്. അപ്പൊ അതിന്റെ അതിന്റെ സ്റ്റോറി എന്താന്ന് വെച്ചാല് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയിൽ ഇതാണ് നോർമല്. അപ്പൊ നമ്മൾ പൊതുവെ നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുമ്പോ നമ്മളെ മാർക്ക് അല്ലെങ്കിൽ നമ്മളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതിന്റെ ഒക്കെ ഒരു ഫാക്ടറും ചിലപ്പോ ഒരു ജോലിയിൽ നമ്മളെ ഒരു സാധ്യതകൾ കൂട്ടും, അല്ലെ ലൈഫിലൊരു ആസ്പെക്ട് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ എല്ലാവരും പറയും നിങ്ങളെ 10th മാർക്ക് അല്ലെ 12th മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇൻ എ വേ ചിലപ്പോൾ ലൈഫിന്റെ ഏതൊരു ഭാഗത്തും ഒരു സൊസൈറ്റിയൽ നോംസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാരും പറയും നിങ്ങൾക്ക് ഇത് എല്ലായിടത്തും ആവശ്യം വരും, അങ്ങനെയാണ് ജീവിച്ചു ഉപകാരപ്പെട്ടിട്ടുണ്ട് കുറെ. അതേമാതിരിയുള്ള കൺസെപ്റ്റ് ആണ് ഇതിൽ ഇമോഷണൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇമോഷണൽ ഇന്റഗ്രിറ്റി, ഇമോഷണൽ ഇന്റഗ്രിറ്റി. അത് സംഭവം എന്താന്ന് വെച്ചാല് നമ്മളെ ഡേറ്റിംഗ് ലൈഫിന് ഒരു സ്കോർ ഉണ്ട്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ചിലപ്പം ഇപ്പൊ ഡേറ്റ് ചെയ്യാത്ത ഒരാളും ഡേറ്റ് ചെയ്യുന്ന ഒരാളും എല്ലാവർക്കും ഒരു ബേസ് സ്കോർ ഉണ്ടാവുമായിരിക്കും. ഫോർ എക്സാമ്പിൾ വരെ ബേസ് സ്കോർ നമുക്ക് എല്ലാവർക്കും നമ്മളെ ഇമോഷണൽ ഇന്റഗ്രിറ്റി സ്കോർ 70 ആണ്. അപ്പം നമ്മൾ ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടാം കുറയാം. സോ നമ്മൾ റിലേഷൻഷിപ്പിൽ ഇഫ് വി വർ എ ഗുഡ് ലവർ, അതായത് നമ്മൾ നല്ല ലോയലായി നിന്ന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് എന്നിട്ട് ബ്രേക്കപ്പ് ആയി വിചാരിക്കാം, പക്ഷെ എന്നാലും നമ്മളെ സ്കോർ കൂടും. പക്ഷെ നമ്മളിപ്പോ റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുക അല്ലെ റിലേഷൻഷിപ്പ് നമ്മൾ വളരെ ബാഡ് ആയിട്ട് കൊണ്ടുപോയാല് നമ്മളെ സ്കോർ കുറയും. എന്നിട്ട് ഇമോഷണൽ ഇന്റഗ്രിറ്റിന്റെ ഒരു ഓഫീസും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ റിലേഷൻഷിപ്പും നമ്മൾ എൻഡ് ചെയ്യുമ്പോ നമ്മളിപ്പോ ഈ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പാസ്പോർട്ട് പുതുക്കണ പോലെ അവിടുത്തെ രീതിയാണ് അത്. ഈ സൊസൈറ്റി ഇവരെങ്ങനെ ഇത് ട്രാക്ക് ചെയ്യുന്നതാണ്, ഈ സൊസൈറ്റിയിലുള്ള രീതിയാണ്. അപ്പം ഓരോ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുമ്പോഴും ഈ രണ്ടാൾക്കാര് ആ ഓഫീസിൽ പോയിട്ട് ഇവര് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ഫയല് പോലെ രജിസ്റ്റർ ചെയ്യണം, എന്നാലേ അത് നടക്കുള്ളൂ. എല്ലാഞ്ഞാലും ഭയങ്കര ബ്രീച്ച് ഒക്കെ ചെയ്യുന്ന പോലെയാണ് ഓരിത് കാണുന്നത്. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് സീൻ തന്നെ എങ്ങനെയാന്ന് വെച്ചാല് ഹീറോ ഒരു ജോലിന്റെ ഇന്റർവ്യൂക്ക് പോകും. അപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോ ഇന്റർവ്യൂർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയും ലൈക്ക് നിന്റെ അതായത് അക്കാഡമിക്സ് വൈസ് ഓക്കെയാണ് ഈ ജോലിക്ക്, എന്റെ വർക്കിന്റെ റെക്കോർഡ് ഓക്കെയാണ്, പക്ഷെ എന്റെ ഇമോഷണൽ ഇന്റഗ്രിറ്റി സ്കോർ 1 ലോ ആണ്. അപ്പം അത് ഈ സ്കോർ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ എന്റെ ജോലി കൺസിഡർ ചെയ്യാം. അതായത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഇമോഷണൽ ഇന്റഗ്രിറ്റിക്ക് ആ ഒരു സൊസൈറ്റിയിലുള്ള. അപ്പൊ ആ ഒരു സ്റ്റോറി എനിക്ക് ഫാസിനേറ്റിംഗ് ആയി തോന്നി. എന്നിട്ട് ഇതിലിങ്ങനെ ഏജൻസീസ് ഒക്കെ ഉണ്ട്, നിങ്ങളെ ഡേറ്റിംഗിന്റെ സ്കോർ ഞങ്ങൾ ഹൈ ആക്കി തരും എന്ന് പറഞ്ഞിട്ട് കുറച്ച് അഡ്വർടൈസേഴ്സും കാര്യങ്ങളൊക്കെ അവരെ നമ്മൾ ഇതാക്കിയാലും ഇപ്പൊ നമ്മള് പറയില്ല നിങ്ങളെ CV-ക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ റെഡിയാക്കിയാലൊക്കെ പറയുന്ന പോലത്തെ ടീംസ് ഇതില്. പക്ഷെ ഇമോഷണൽ ഇന്റഗ്രിറ്റി ഇംപ്രൂവ് ചെയ്യാന്. അപ്പൊ അതിങ്ങനെ കണ്ടപ്പോ എനിക്കൊരു ചോദ്യം എന്താന്ന് വെച്ചാല് ഇപ്പം ഈ ഒരു സൊസൈറ്റിയില് ഒരു നല്ലൊരു അസാധ്യ ലവർ, അതായത് അവര് ഒരു ആളെ സ്നേഹിച്ചങ്ങ് കൊല്ലും എന്നെ പോലെ, പക്ഷെ അവരിതുവരെ ഒരു റിലേഷൻഷിപ്പിലായിട്ടില്ല. അപ്പൊ ഓരോ സ്കോർ എന്തായിരിക്കും? എന്നെ പോലെ
അപ്പൊ ഓരോ സ്കോർ എന്തായിരിക്കും? അതാണ് എനിക്ക് എന്നോട് ചോദിക്കേണ്ടത്. ലൈക്ക് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക് വിൽ ബി ദ ടേക്ക് ദേ? അവന് അവന്റെ ആ സ്കിൽസ് അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, അവന് ബേസ് സ്കോറിൽ തന്നെ നിൽക്കും. എന്തൊരു ഇൻജസ്റ്റിസ് ആവില്ല. എങ്ങനെ അവൻ അപ്ലൈ ചെയ്ത അവൻ ആ സ്കോർ കിട്ടും. അതന്നെ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, നീ പറയും. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ചെറിയ കുട്ടി ആയ ടൈമില് നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, ഇന്ത്യയിൽ ഒരു 10 വയസ്സുകാരന് IQ ഇത്ര നമ്പർ, IQ ഇത്ര നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോഴേ നമ്മൾ കേൾക്കുന്നതാണ്, ഇന്ത്യയിൽ ഏതോ 10 വയസ്സുള്ള ചെക്കന് ആൽബർട്ട് ഐൻസ്റ്റൈനേക്കാളും IQ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് എത്രയോ വർഷങ്ങളായി കേൾക്കുന്നത്. IQ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. IQ കൂട്ടാൻ, IQന് ഒരു ടെസ്റ്റ് എടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് IQന്റെ റിസൾട്ട് വരും. എന്നിട്ട് നമുക്ക് ആ ടെസ്റ്റിന് വേണ്ടി പഠിച്ചാല് നമുക്ക് IQ കൂട്ടാൻ പറ്റും, ആ ടെസ്റ്റിലെ സ്കോർ. എന്നിട്ട് അപ്പൊ നമുക്ക് IQ കൂടുതലാന്ന് വരും. അപ്പൊ ബേസിക്കലി IQ ഒരു പെർഫെക്റ്റ് ജഡ്ജ്മെന്റ് അല്ല, അങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മൾ ഈ 10 വയസ്സുള്ള ഇന്ത്യക്കാരൻ ഇത്ര ആൽബർട്ട് ഐൻസ്റ്റൈനേക്കാളും സ്മാർട്ടാണ്, IQ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നിട്ട് എവിടെ? ഇവരെ കുറിച്ച് പിന്നെ നമ്മളൊന്നും കേൾക്കാറില്ല. അതുകൊണ്ട് IQ-ലല്ല കാര്യം, അപ്ലൈഡ് ഇന്റലിജൻസ് കൊണ്ടാണ് കാര്യം. നമ്മൾ ആ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അതെ, നമ്മൾക്ക് കുറെ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. എനിക്കറിയുന്ന കുറെ പേരുണ്ട്, അവര് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ 10 out of 10 അല്ലെങ്കിൽ ഭയങ്കര ഇതൊക്കെ ഉണ്ടാകും, പക്ഷെ അവരാ ബുദ്ധി വെച്ച് എന്ത് ചെയ്യുന്നു? അതെ, വളരെ ചുരുക്കം ആളുകളുള്ളൂ അത് ലൈഫിൽ അടിപൊളിയാക്കി. ഇപ്പൊ സയാൻ 9.8 CGPA. അപ്പൊ അതുപോലെ തന്നെ ഇവന് ഈ കഴിവുണ്ടായിട്ട് കാര്യമില്ല, അത് ഇവന് എവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഡേറ്റിംഗിന്റെ ടോപ്പിക് പറഞ്ഞോണ്ട് നിനക്ക് എന്താണ് പിക്കപ്പ് ലൈൻസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? അടിപൊളിയല്ലേ? സ്മൂത്ത് അല്ലേ? സ്മൂത്ത് പിക്കപ്പ് ലൈനിനനുസരിച്ച് നിൽക്കും, നമ്മളെ ഡെലിവറിക്കനുസരിച്ച് നിൽക്കും. സ്മൂത്ത് അല്ലേന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതെ, എനിക്ക് രസാ. കാരണം എനിക്ക് പിക്കപ്പ് ലൈന് എനിക്ക് തോന്നല് കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഒരു നീറ്റ് വേണം, അല്ലെങ്കിൽ ഓരോ കുറച്ച് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോ വീഴ്ത്താന്നല്ല, അവരെ ചിരിപ്പിക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് തോന്നിയത്. കാരണം ആൾക്കാർ പിക്കപ്പ് ലൈൻ കേൾക്കുമ്പോൾ ഓരോന്നൊന്ന് ബ്ലഷില് ഓരോന്നൊന്ന് ചിരിക്കും, ആരും വലിയ സീരിയസ് ഒന്നും ആക്കി എടുക്കൂല. അപ്പം രസല്ലേ? എന്ത് എന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ വളരെ മാറിയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പിക്കപ്പ് ലൈൻസ് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം എന്താന്ന് വെച്ചാ, നീ നിന്റെ ലൈഫിൽ കേട്ട ഒരു ബെസ്റ്റ് പിക്കപ്പ് ലൈൻ പറ. എന്നോട് പറയണമെന്നില്ല, വേണമെങ്കിൽ ക്യാമറ നോക്കി പറഞ്ഞോ. അത് പറയണോ? ഞാൻ കേട്ട ബെസ്റ്റ് പിക്കപ്പ് ലൈന് ഞാൻ സെക്കൻഡ് ബെസ്റ്റ് പറയാം. എന്നാ ഫസ്റ്റ് എനിക്ക് ഇതിന് ശേഷം കേൾക്കണം. എന്താണത് പിക്കപ്പ് ലൈൻസ്? സത്യം പറഞ്ഞെങ്കിൽ പെട്ടെന്ന് പറയുമ്പോ അങ്ങനെ ഓർമ്മ വരുന്നില്ല, പക്ഷെ അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈസ് യുവർ ഡാഡ് എ തീഫ് because he stole those stars and kept in your eyes. അല്ലെങ്കിൽ did it hurt when you fall from the heaven? അല്ല, did your knees hurt? അപ്പം no, because when you fell from heaven. ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട്. പിന്നെ are you a parking ticket because you are all fine over? പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് പിക്കപ്പ് ലൈൻസ് ആയിട്ടുള്ള പ്രശ്നം. ടോപ്പ് വണ്ണി എപ്പോഴും ടോപ്പ് വണ്ണി പറയുള്ളൂ. സ്മൂത്ത് അല്ലേ? ടോപ്പ് വണ്ണി ഞാൻ ഫസ്റ്റിലെ ലൈൻ പറയാം, ബാക്കിയൊക്കെ നിങ്ങളൊരു ഇന്റലിജൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഇതാക്കും. ആർ യു എ ബൗളിംഗ് ബോൾ? അതാണ് ഫസ്റ്റ് ലൈൻ. ബാക്കി ഞാൻ അവര് തീരുമാനിച്ചോട്ടെ, അവര് കംപ്ലീറ്റ് ചെയ്യട്ടെ. നീ പറ പിക്കപ്പ് ലൈൻ ഇഷ്ടമില്ലാത്തത്. ബിക്കോസ് ഐ വാണ്ട് ടു ലേ. ഇതിന് IQ 100 ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് പിക്കപ്പ് ലൈനിന്റെ പ്രശ്നം. കാരണം എന്താന്ന് വെച്ചാല്, പിക്കപ്പ് ലൈൻസ് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ നീ കേട്ട നിന്റെ ലൈഫിലെ ബെസ്റ്റ് പിക്കപ്പ് ലൈൻ ആയിരിക്കും, പക്ഷെ നീ പറയുമ്പോൾ ഇത് കേൾക്കുന്ന കുറെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും, ഓ ഭയങ്കര ക്രിഞ്ച്, ഭയങ്കര കോണി, നോട്ട് ഫണ്ണി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഭയങ്കര ഹിറ്റ് ഓർ മിസ് ആണ്. അവിടെയാണ് ഒരാളെ സ്കില്ല്. ആ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് അനുസരിച്ച് ആ റെഡ് ടാർഗറ്റ് കണ്ട് എറിഞ്ഞ് വീഴ്ത്തണം. ഇതന്നെ ഈ പിക്കപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് ഓർ മിസ് ആണ്. അതായത് ചിലവർക്ക് നമ്മൾ പറയുന്ന പിക്കപ്പ് ലൈന് ബെസ്റ്റ് പിക്കപ്പ് ലൈൻ എവർ ആയി ഫ്ലാറ്റ് ആവുന്നു. അതെ, പക്ഷെ ചിലവർക്ക് എനിക്ക് ഇനി ജീവിതത്തിൽ ഇവനെ കാണണ്ടെന്ന് തോന്നും. അതെ, എന്നൊക്കെയുള്ള പോലെ തോന്നാം.
പക്ഷെ അൺഡിഫീറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് സംഭവമുണ്ട്, ബീങ് എ ജെന്റിൽമാൻ. കാരണം ഇപ്പത്തെ കാലത്തൊന്നും എല്ലാവർക്കും ഒന്നും ജെന്റിൽമാനെ പറ്റൂല. കാരണം പ്രോപ്പറായിട്ട് സ്നേഹിച്ചാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്നേഹിച്ചാൽ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദേ ഗെറ്റ് ടുഗദർ ആണ്. അങ്ങനെ ഞാൻ ഓക്കെ. പക്ഷെ ചില പെൺകുട്ടികൾക്ക് ബാഡ് ബോയ്സിനെ ഇഷ്ടം. അപ്പോഴോ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അല്ല, ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങൾ പറഞ്ഞ ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും ഇവരെ ലൈഫില് നല്ല ചെക്കന്മാരുണ്ടാവും, അതായത് ഇവരെ നല്ല പൊന്നുപോലെ നോക്കുന്ന, ഇവരോട് ഇഷ്ടം. പക്ഷെ അവരോടൊന്നും ഇവർക്ക് വലിയൊരിതുണ്ടാവില്ല. പിന്നെ കുറെ വാക്കിംഗ് റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവും ലൈഫില്. ഇവരൊരു മൈൻഡും ഇല്ലാത്ത എല്ലാ ചറ്റത്തരും കയ്യിലുള്ള, പക്ഷെ ഓരോട് ഇവർക്ക് ഭയങ്കര ഇഷ്ടം. സംഭവം എന്താ അറിയോ, ഒരു അഡ്വഞ്ചർ ഒക്കെ വേണം ലൈഫില്, അതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ ഡെഫിനറ്റ് മിസ് അല്ല, ഈ ബീങ് എ നൈസ് ഗൈയും ബീങ് എ ജെന്റിൽമാനും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് കാര്യങ്ങളാണ്. ഞാൻ ഈ ടോപ്പിക്കിലേക്ക് അത് കടക്കുന്നില്ല, അതിനെ കുറിച്ച് നീ നമ്മുടെ ശ്രീഹരിന്റെ സ്റ്റോറി. ശ്രീഹരിന്റെ എന്താ വെച്ചാൽ, ശ്രീഹരി നമ്മളെ എഡിറ്ററാണ്. അതെ, നമ്മള് ഒരു വാലന്റൈൻസ് ഡേന്റെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോ നമ്മളൊരു ടിപ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളോട് നിങ്ങൾ പോയി നിങ്ങളെ ഇഷ്ടം പറഞ്ഞ. അഥവാ ഞാൻ വാലന്റൈൻസ് ഡേ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനു മുന്നേ നമ്മൾ ഇൻസ്റ്റാഗ്രാം ലൈവിലാണ് ഇത് പറഞ്ഞത്. അതിലാണ് ശ്രീഹരി കേട്ടത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ലൈവിൽ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിനോട് നിങ്ങൾ ക്ലോസ് ആണ്, പോയി പറഞ്ഞോളൂ അവരുടെ ഇഷ്ടം. ഞാൻ അഥവാ അവര് നിരസിക്കുകയാണെങ്കിൽ എന്തൊരു പ്രാങ്ക് ആണ്, ഹൈ ഗോച്ച എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങ് സ്കിപ്പ് ചെയ്യാന്നുള്ളൊരു ടിപ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ ശ്രീഹരി എന്ത് ചെയ്തു, ഇവന്റെ ഫ്രണ്ടിനോട് ഇത് പറഞ്ഞിട്ട് ഇവന്റെ ഫ്രണ്ട് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താണ്ട് ഫ്രണ്ടിനെ അങ്ങ് സെറ്റായി. എന്നിട്ട് ശ്രീഹരിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷെ കോളേജിൽ പോയപ്പോ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഫ്രണ്ട് യൂസ് ചെയ്താ എനിക്ക് വാലന്റൈൻ സെറ്റായിതാണ്. അപ്പൊ ഞാൻ ശ്രീഹരിനോട് എന്താ ശ്രീഹരി നീ സെറ്റാക്കുന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വഴി തെറ്റിക്കാണ് സെമിയർ. വഴി തെറ്റിക്കല്ല, കാരണം പ്രണയം എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഒന്നാണ്. കല്യാണം വരെ കാത്തു നിൽക്കണം ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഇതിൽ അഭിപ്രായമില്ല, പലരും കാണുന്നതാണ് ഈ പോഡ്കാസ്റ്റ്. അപ്പൊ ശ്രീഹരി പറഞ്ഞേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ശ്രീഹരി വന്നിട്ട് പറഞ്ഞ്, ആ ട്രിക്ക് വർക്കൗട്ടായി, കുട്ടിയൊക്കെ സെറ്റായി, അതായത് ഒരു പെൺകുട്ടിയൊക്കെ സെറ്റായി എന്നുള്ള രീതിയിൽ വന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ ഭയങ്കര ഹാപ്പി ആയി. എന്നിട്ട് ഇപ്പൊ സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് ഇവർ രണ്ടാളും ഭയങ്കര രീതിയിൽ പ്രണയത്തിൽ സല്ലപിക്കുന്ന ഒരു ചെറിയ സ്ക്രീൻഷോട്ടൊക്കെ അയച്ച്. അപ്പൊ ഞാൻ എന്റെ ട്രിക്ക് എവിടെയൊക്കെ. ശ്രീഹരിന്റെ ഇമോഷണൽ ഇന്റഗ്രിറ്റി എത്ര അറിയില്ല, നോക്കട്ടെ പയ്യൻ നന്നാവോ ആവോ. ശ്രീഹരി, നമ്മളിപ്പോ ഈ സിനിമ, ഡേറ്റിംഗ്, ഷോർട്ട് മൂവീസ് ഈ ഒരു ടോപ്പിക്കൊക്കെ സംസാരിച്ചുകൊണ്ട് ഞാൻ ഏറെ കാത്തിരുന്ന ഈ ഒരു മൊമെന്റ്, ജയാൻ ഈ അടുത്ത് ആനിമൽ സിനിമ കണ്ടു. അങ്ങനെ ഒരു കാര്യം ഈ അടുത്ത് ജയാനും ജയാന്റെ വീട്ടിലെ കുറച്ച് ഹൗസ് മേറ്റ്സ് ഒക്കെ ആയിട്ട് ആനിമൽ മൂവി കണ്ടു. അപ്പൊ ഞാൻ ജയാനോട് കുറെ ആയി പറയണ ഈ മൂവി കാണുക, കാരണം ഇവൻ ഈ കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ മൂവി എന്താണെന്ന് ഇവന് ശരിക്കും അങ്ങോട്ട് അറിയില്ല. ഞാൻ പിന്നെ എത്രത്തോളം അങ്ങോട്ട് അതിനെ ലൈക്ക് ഫിലിം രസമാണ്, മേക്കിംഗ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇവന് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇവൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇവ അവസാനമായിട്ട് കണ്ടു. ഒരു സൈഡിൽ നിന്ന് ഇത്രയും ഓവർവെൽമിംഗ് ആയിട്ട് ആൾക്കാർ ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പടത്തിനെ. അതെ, പ്രാപ്തിന്റെ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പം ജയാൻ പറയൂ, എങ്ങനെയുണ്ട് ആനിമൽ മൂവി? ആനിമൽ മൂവി ഞാൻ കണ്ടു, ഒരു മസ്റ്റ് വാച്ച് പടമാണെന്ന് ഞാൻ പറയില്ല. എനിക്ക് പടം കൊള്ളാം, ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മെയിൻ മിസ്കൺസെപ്ഷൻ എന്താന്ന് വെച്ചാല്, ഈ പടം എനിക്ക് അനിമൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞാല് ഈ അനിമൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ എന്താ വിശ്വസിക്കും, രൺബീർ കപൂറിന്റെ ക്യാരക്ടറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എല്ലാരും അങ്ങ് അസ്യൂം ചെയ്യുന്നത്. അല്ല, ഒരു സിനിമയിൽ ആ ലീഡ് ക്യാരക്ടർ മാത്രമല്ല എലമെന്റ് ആയിട്ടുള്ളത്, വേറെ പല എലമെന്റ്സും ആ സിനിമയിലുണ്ട്. അത് സിനിമറ്റോഗ്രാഫി, എനിക്ക് സിനിമറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ എനിക്ക് പ്രാപ്തിനെ പറഞ്ഞു. ഞാന് ആനിമല് കണ്ടപ്പോ എന്റെ മനസ്സിൽ ഫുള്ള് എന്താ പറയാ വന്നിരുന്നേ, ആ ഒരു ഡയലോഗ് മാത്രം എന്റെ മനസ്സിൽ വന്നിരുന്നെ. അപ്പൊ ഈ സിനിമ ഞാൻ കണ്ടു, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു മോശപ്പെടാനൊന്നും തോന്നിയില്ല. നല്ല മേക്കിംഗ്, സെമീർ പറഞ്ഞ പോലെ തന്നെ നല്ല സിനിമറ്റോഗ്രാഫി ആയി തോന്നി, നല്ല ആനിമേഷൻ ആയി തോന്നി. ആക്ഷൻ സീൻസ് ഭയങ്കര ഓവറായിരുന്നു, പക്ഷെ ആ ഓവറായ ആക്ഷൻ സീൻസ് അവർ നല്ല രീതിയിൽ ഉണ്ടാക്കി. അങ്ങനെ ഭയങ്കര എക്സാജറേറ്റഡ് ആണ്. എനിക്ക് ആ സിനിമയിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളിൽ പെട്ടതാണ് ആ ആക്ഷൻ സീൻസ് ഒക്കെ. ഇവര് 100 പേരൊക്കെ ഒറ്റയ്ക്ക് 2 കത്തി വെച്ചൊക്കെ കൊല്ലുന്നുണ്ട്. മറ്റേ ആക്ഷൻ സീൻ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഇവര് എയർപോർട്ട് റൺവേയില് മെയിൻ വില്ലനും റൺവേ, അത് ഓക്കെ, അത് കാരണം റിയലിസ്റ്റിക് ഫൈറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേത് റിയലിസ്റ്റിക്. പിന്നെ ഫ്രെഡിന്റെ തോക്ക് വെച്ച്
പോയെ അതിന് തൊട്ട് മുന്നേ 100 ആൾക്കാരെ അവൻ കൊല്ലുന്നു ഒറ്റക്ക്. എന്താടാ രജനീകാന്ത് ചെയ്ത ചെയ്തത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് റിയലിസ്റ്റിക് ഫൈറ്റ് സീൻസ് ആ ഇഷ്ടം. അപ്പൊ ഞാനിത് നമ്മൾ ഈ റോഡ് ഹൗസിലെ ഫൈറ്റ് സീൻസ് എന്താ അടിപൊളി. കോണർ മെക്ഗ്രെഗറിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. കോണർ മെക്ഗ്രെഗർ ഹയസ്റ്റ് ഡെബ്യൂ ആക്ടർ ഓഫ് ഓൾ ടൈം ആയിട്ട് അറിയപ്പെടുന്ന റോഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ജേക്ക് ജില്ലൻ ഹോളിന്റെ കൂടെ ഉള്ള ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലെ ഫൈറ്റ് സീൻസ് അടിപൊളിയായിരുന്നു. ഞാൻ സെഞ്ചർ കാണുമ്പോൾ പറയുന്നു ഓ ഇതിലെ ഫൈറ്റ് കൊറിയോഗ്രാഫി അടിപൊളിയൊക്കെ വൺ വെയിറ്റ്. ജേസൺ സ്റ്റേതന്റെ ട്രാൻസ്പോർട്ടറിലെ ഫൈറ്റ് ഒക്കെ ഇതേപോലെ വെയിറ്റ് ഉള്ളതായിരിക്കും. ബാക്കി ഇപ്പൊ ജാക്കി ചാന്റെ ഒക്കെ ഫൈറ്റ് ആണെങ്കിലും ഇങ്ങനെ കുറച്ച് റോപ്പിന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പഞ്ച് ചെയ്യുമ്പോ ആ വെയിറ്റ് ഒക്കെ നമുക്ക് ശരിക്കും ഇവര് പഞ്ച് ചെയ്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് അങ്ങനത്തെ റിയലിസ്റ്റിക് ഫൈറ്റ്സ് ആണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിലെ ഫൈറ്റ്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഹിന്ദി പടമാണ് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാണേണ്ടിയിരുന്നു വിചാരിച്ച്. അങ്ങനെയാണ് ഈ സിനിമയെ കുറിച്ച് ഇതായത്. പിന്നെ ഇതില് ഒരു സീനുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് സ്പോയിലറാണ്. ഇത്രയും ഹൈപ്പ് ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ തന്നെ ഫോൾട്ടാണ്. പിന്നെ ഇതിലൊരു സീനുണ്ട്. രൺബീർ ഇവന്റെ വൈഫിനെ ചീറ്റ് ചെയ്യും. എന്താ അതെ രൺബീറിന്റെ ഇമോഷണൽ ഇന്റഗ്രിറ്റി കുറച്ച് കുറവാണ്. അപ്പൊ ഇവന്റെ വൈഫിനെ ചീറ്റ് ചെയ്യും. ആ സീൻ കണ്ടപ്പോ എനിക്ക് ഇവരോടങ്ങ് വെറുപ്പ് വന്നു. എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ വാപ്പയെ രക്ഷിക്കാൻ അതിന് ഇവൻ അതിന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഒരു സ്യൂപ്പിഡ് റീസണാ. അവൻ പറയാം എന്റെ ഫാദറിന് വേണ്ടി ആണ് ഞാൻ എങ്ങനെ ചെയ്തത്. ഫാദർ ഈ പെൺകുട്ടീന്റെ അടുത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പല മണ്ടത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ സിനിമയില്. പക്ഷെ ആൾക്കാർ ഈ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് മെയിനായിട്ട് ആ ഒരു സംഭവമാണ് ഇവൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവൻ അതിലൊരു നല്ല ആളായിട്ടൊന്നല്ല കാണിക്കുന്നത്. നല്ല ആളേ അല്ല. അതെ അപ്പൊ ആൾക്കാർക്ക് നമ്മളെ അനിമൽ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോത്തിന് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ട രൺബീറിനെ ഇഷ്ടപ്പെട്ടു അപ്പൊ വൈഫിനെ ചീറ്റ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല അല്ലേ എന്നൊക്കെ ഉള്ള രീതി. അപ്പൊ എന്താ ആരാ പറഞ്ഞേ എന്റെ വീട്ടിലുള്ള ഒരുത്തൻ പറഞ്ഞേ നമ്മള് ഗുണ്ടകളെ കുറിച്ച് സിനിമ ഇറക്കുന്നുണ്ട്. സിനിമ ഷാറുഖ് ഖാന്റെ ഡോൺ, അതേപോലെ ഫന, ആമിർ ഖാൻ അതിൽ ടെററിസ്റ്റ് എന്ന് കരുതി നമ്മള് അള്ളാഹു അക്ബർ വെടിയേക്കാൻ പോണില്ലല്ലോ. അതെ അപ്പൊ ഒരു സിനിമയിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ആ നെഗറ്റീവ് ക്യാരക്ടറിന് നെഗറ്റീവ് കാര്യം ചെയ്യണം ഒന്നുമല്ല അർത്ഥം. അത് ഇഷ്ടപ്പെട്ടിട്ടല്ല നമ്മള് സിനിമ ഇഷ്ടപ്പെടുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഈ സിനിമ എന്ന് പറഞ്ഞാല് രൺബീർ കപൂറിന് അവന്റെ ഫാദറിനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു മോന് ഒരു അച്ഛനെ സ്നേഹിക്കാവുന്നതിൽ എത്ര ലിമിറ്റ് ഉണ്ടോ ആ ലിമിറ്റിൽ അധികമാണ് ഇവൻ സ്നേഹിക്കുന്നത്. പക്ഷെ അച്ഛന് ഇവനെ ഇഷ്ടമാണ്. പക്ഷെ അച്ഛന് ഇവനെ ഭയങ്കരമായിട്ട് നെഗ്ലക്ട് ചെയ്തത്. അതെ മാരീഡ് ടു ഹിസ് ബിസിനസ് എന്നുള്ള പോലെയാണ്. മൂപ്പര് കല്യാണം വെച്ച രൺബീർ കപൂറിന്റെ മദറിനെ അല്ല ബിസിനസിനെയാണ് എന്നൊക്കെയുള്ള പറയുന്നത്. സ്റ്റീൽ ഇങ്ങനെ അങ്ങനെയാണ് ഈ സിനിമ. അപ്പൊ ഈ സിനിമ അങ്ങനെയാണ്. അപ്പൊ ഇവനെന്ന് പറഞ്ഞാൽ ഇവന്റെ ഫാദറിന്റെ ആ ഒരു അപ്രൂവൽ, ഫാദറിന്റെ ആ ഒരു സ്നേഹം, ഫാദറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇവന് ഏത് അറ്റം വരെ പോകും. അത് ഇവന് ഭയങ്കര ഒരു എക്സ്ട്രീം ആയിട്ട് കാണിച്ചത്. അതായത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ഈ പ്രൊട്ടക്റ്റീവ്നെസ്. ഇവൻ ആ ഒരു ഫാദറിന്റെ ഒരു അപ്രൂവലും ആണ്. അതെ പക്ഷെ ഇവൻ എന്ത് ചെയ്തിട്ടാണ് ഫാദറിന്റെ മുന്നിൽ അങ്ങോട്ട് ഇംപ്രസ്ഡ് ആകുന്നില്ല. പിന്നെ ഫാദറിന് വേണ്ടി ഫാദറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇവൻ ഏതൊരു ലെങ്ത്തിലേക്കും പോകും. അതൊരു മനുഷ്യൻ ഒരു ആണിന്റെ ഉള്ളിലുള്ള ഒരു കുറച്ച് എലമെന്റ് ആണ്, ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിങ്. അത് ഇവർ അങ്ങ് ഒരു എക്സ്ട്രീം രീതിയിൽ കാണിച്ചു ഈ സിനിമയില്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ലാസ്റ്റിലൊരു സീനാ. അതായത് ഇവൻ പറയും ഫാദറിനോട് നിങ്ങൾ ഇനി മകനായ ഒരു റോൾ പ്ലേ ചെയ്യും, ഞാൻ ഫാദറായിട്ട് റോൾ പ്ലേ ചെയ്യാന്ന്. എന്നിട്ട് ഇവന്റെ ഫാദർ മോനായി നിന്നുകൊണ്ട് ഇവനോട് ഇങ്ങനെ പപ്പ എന്ന് വിളിക്കുമ്പോത്തിന് ക്യാ എന്നിട്ട് അങ്ങ് ഷൗട്ട് ചെയ്ത് സംസാരിക്കും. അതായത് ഇതിലാണ് ഞാൻ വളർന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഫാദർ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കർക്കശക്കാരനാണ്, ഭയങ്കര സ്റ്റബേണാണ്, ഭയങ്കര അരഗന്റ് ആണ്. യാതൊരു രീതിയിലും മൂപ്പരുടെ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യില്ല. യാതൊരു രീതിയിലും മൂപ്പര് സോറി പറയില്ല. യാതൊരു രീതിയിലും മൂപ്പരുടെ വാക്കിന് റീസൺ ഒന്നും വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം, അതിന് റീസൺ ഒന്നുമില്ല, അത് ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. അത് കുറേ ഇന്ത്യൻ പേരൻസിലുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ചീറ്റിങ്. അത് മെയിൻ.
രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ അൺറിയലിസ്റ്റിക് ഫൈറ്റിങ്ങും ഇങ്ങനെ ഒറ്റക്ക് പ്ലെയിനൊക്കെ ഓടിച്ചു പോവുക അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ഇത് പറഞ്ഞപ്പോ തന്നെ എന്റെ വീട്ടിൽ അടി ഉണ്ടായി. വീട്ടിലെ ആൾക്കാർ എന്താ എന്റെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഫുള്ള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൂരത്ത് നിന്നുകൊണ്ട് ഇവരിങ്ങനെ ഫുള്ള് ചർച്ച അങ്ങോട്ട് കേട്ടോ. അപ്പൊ ഞാൻ മനസ്സിലാച്ചു ഇതാണ് ഈ സിനിമന്റെ വിജയം. ഏതൊരാളെ മുന്നിലും അനിമലിനെ കുറിച്ച് പറഞ്ഞ രണ്ടഭിപ്രായം ഒരു ചർച്ച ഉണ്ടാകും. ഞാന് സിനിമ അധികം കാണാത്ത ഒരാളാണ്, എന്നിട്ടും ഞാൻ ഇത് 3 മണിക്കൂറിന്റെ സിനിമ, അതും 3 മണിക്കൂർ 20 മിനിറ്റും എനിക്ക് ഭയങ്കര ലോങ് ആയി തോന്നി കേട്ടോ. സെമീറിന് അത്ര ലോങ് ആയി തോന്നിയില്ല, എനിക്ക് ഭയങ്കര ലോങ് ആയി തോന്നിയ സിനിമ. ഞാൻ 2.5 മണിക്കൂർ ലോങ് അറിയുന്ന ആളാ. അതെ, ഞാൻ 2 മണിക്കൂർ ലോങ് ആന്ന് പറയുന്ന ആളാ. അപ്പൊ ഞാൻ 1.5 മണിക്കൂറിന്റെ ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നോട് നെഫിയും പറഞ്ഞു കുൻഫുബാണ്ട. അപ്പൊ എന്താ ഞാന് അപ്പൊ ഇങ്ങനെ അല്ല, അപ്പൊ എല്ലാരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടപ്പോ ഞാൻ ചോദിച്ചു ഇത് തന്നെയാണ് ഈ സിനിമന്റെ വിജയം. ഇത്രയും നല്ല സിനിമകളൊക്കെ ഇറങ്ങിയിട്ടും ഈ കോൺട്രവേഴ്സി കാരണമാണ് ഞാൻ ഈ സിനിമ കാണാൻ ചൂസ് ചെയ്തത്. അതാണ് അതിന്റെ ഒരു വിജയം. അതാണ് എൻ്റെ അനിമൽ റിവ്യൂ. ഫീൽ ഫ്രീ ടു എഗ്രി, ഫീൽ ഫ്രീ ടു ഡിസഗ്രി, ഐ ഡോണ്ട് കെയർ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ രാത്രി 10:15 സമയം. ഇവിടെ 5 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത്. ഉച്ചക്കൊക്കെ ഇപ്പം ഭയങ്കര നല്ല കാലാവസ്ഥയാണ്. പീക്ക് സമ്മർ ആവാറായി. 10 ഡിഗ്രി സെൽഷ്യസ് നല്ല കാലാവസ്ഥ. നമ്മളെ തണുപ്പാണ്, തണുപ്പ് പറയട്ടല്ല. അവിടെ അടിപൊളി. ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ ഫുൾ 10 ആയപ്പോ ഞാൻ സമ്മർ ഷർട്ട്സ്. അതെ, മയാമിയിലാന്ന വിചാരം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് this has been your favorite host Zayan Zakir and Samir Roshan. Peace out. അടയാളത്തിൻ ഘടികാലമേ, ഇത് ഘടികാരം നിലയ്ക്കുന്ന സമയം. രൺബീർ സിംഗിന്റെ രൺബീർ കപൂർ മിസ് രൺബീർ കപൂറിലെ ചില്ലറ കളിയാ. മണി, give us 5 minutes. No problem.